ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 2, പേജ് നമ്പർ 633. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതി ശ്രദ്ധയാ പരയോപേതാസ് തേ മേ യുക്തതമാ മതാഃ. പദാനുപദം. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, മയി എന്നിൽ, മനഃ മനസ്സിനെ, ആവേശ്യ ഉറപ്പിച്ചിട്ട്, നിത്യയുക്താഃ എല്ലായ്പ്പോഴും മുഴുകിയിരിക്കുന്നവരായി, പരയ അഭൗതികമായ ശ്രദ്ധയാ വിശ്വാസത്തോട്, ഉപേത കൂടിയവരായിട്ട്, ഏതവർ മാം എന്നെ ഉപാസത്തെ ഉപാസിക്കുന്നുവോ, തേ അവർ യുക്തതമാഃ യോഗത്തിൽ പൂർണ്ണത നേടിയവരാണെന്നാണ്, മേ എനിക്ക്, എൻ്റെ, മതാഃ അഭിപ്രായം. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. ഭാവാർത്ഥം. തൻ്റെ വ്യക്തിരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രീകരിച്ച് ഭക്തിശ്രദ്ധയോടെ ആരാധിക്കുന്നവരാണ് യോഗത്തിൽ പൂർണ്ണത കൈവരിച്ചവരെന്ന് അർജുനൻ്റെ ചോദ്യത്തിന് വ്യക്തമായി കൃഷ്ണൻ ഉത്തരം നൽകുന്നു. അങ്ങനെ കൃഷ്ണാവബോധമുറച്ച ഒരാൾക്ക് ഭൗതിക പ്രവർത്തനങ്ങളില്ല. അയാൾ എല്ലാം കൃഷ്ണാർപ്പണമായാണ് ചെയ്യുന്നത്. ശുദ്ധഭക്തൻ എല്ലായ്പ്പോഴും കൃഷ്ണോപാസനയിൽ ഏർപ്പെട്ടിരിക്കും. ചിലപ്പോൾ അയാൾ ജപിക്കുന്നു, കൃഷ്ണനെക്കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നു. ചിലപ്പോൾ പ്രസാദം പാകം ചെയ്യുന്നു, ചന്തയിൽ പോയി കൃഷ്ണനു വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നു. ചിലപ്പോൾ ക്ഷേത്രമോ പാത്രങ്ങളോ കഴുകി വെടിപ്പാക്കുന്നു. എന്തുതന്നെ ചെയ്യുന്നതും കൃഷ്ണനു വേണ്ടിയാണ്. കൃഷ്ണൻ അർപ്പിക്കപ്പെടാത്ത കർമ്മങ്ങളിലേർപ്പെട്ട് ഒരു നിമിഷം പോലും അയാൾ പാഴാക്കുകയില്ല. ഇപ്രകാരമുള്ള പ്രവർത്തനം തന്നെയാണ് ശരിയായ സമാധി. ഹരേ കൃഷ്ണ.